ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വെജ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വെജ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഗ്രീൻ പീസ്. ഇത് അത്യാവശ്യം 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തേക്കാം. പിന്നെ വേണ്ടത് സോയാബീൻ, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്. ഇത് 1/2 കിലോനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഒരു 3-4 ബീൻസ്, പിന്നെ ഒരു 7 ചെറിയ ഉള്ളി, മീഡിയം സൈസ് ആയിട്ടുള്ള ഉള്ളിയാണ്. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 5 ഒക്കെ എടുത്താൽ മതി. തക്കാളി ഒരു 4 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ ഈ സോയാബീൻ അത്യാവശ്യം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിൻ്റെ ഒരു മഞ്ഞക്കറ പോക്കുന്നത് വരെ അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇവ 3ഉം ചേർത്തിട്ടുള്ള പേസ്റ്റും തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. പിന്നെ ഇച്ചിരി മല്ലിച്ചപ്പും കൂടി വേണം. ഈ മല്ലിച്ചപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന മസാലയിലും ഇടണം. അതുപോലെ തന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലിടണം. അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ ഉള്ളി വറുത്തതും, അതുപോലെ തന്നെ അണ്ടിയും മുന്തിരിയൊക്കെ, അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടുള്ളതും നമുക്ക് നെയ്ച്ചോറിലിടാൻ വേണ്ടി വേണം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പച്ചക്കറികളാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഞങ്ങളിവിടെ ബീട്രൂട്ട് സാധാരണ ബീട്രൂട്ട് വെജ് ബിരിയാണിയിൽ കാണാം. പക്ഷേ ഞങ്ങൾക്കിത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്കത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കൂട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ അടുപ്പിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല രീതിക്ക് അടുപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് തയ്യാറാക്കിയിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുപ്പിൽ നമുക്ക് നല്ല രീതിക്ക് തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ നമുക്ക് ആദ്യമായിട്ട് നല്ല രീതിക്ക് പാത്രമായിട്ട് എടുത്തു. പിന്നെ ഇത് അരച്ച് വെച്ചൊരു പേസ്റ്റാണിത്. ഈ പേസ്റ്റ് ഏകദേശം ഈ ഒരു തരത്തിൽ തന്നെ കിട്ടുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി എടുക്കേണ്ട കണക്കെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയേക്കാളും കുറവായിരിക്കണം. വെളുത്തുള്ളി ഞാനിവിടെ എടുത്തത് ഏകദേശം 1.5 വെളുത്തുള്ളിയാണ്. അതായത് അതിലേകദേശം ഒരു 10-15 അല്ലി വരും. ഇഞ്ചി നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ സൈസ് എടുത്താൽ മതിയാകും. പിന്നെ പച്ചമുളക് ഞാൻ ഇവിടെ 3 എണ്ണം മാത്രമേ ഇട്ടുള്ളത്. പിന്നെ നമ്മൾ അടുപ്പ് റെഡിയാക്കിയ ശേഷം അതൊരു പാത്രമൊക്കെ വെച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഉള്ളി ഇടണം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഒരു വാടിയ രീതിക്ക് വന്നതിന് ശേഷം അതിനകത്ത് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇടണം. പിന്നെ നമ്മളിവിടെ ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഗ്രീൻ പീസ് വേവിച്ചിട്ടായിരിക്കണം ചേർക്കേണ്ടത്. അത് കുക്കറിൽ അത്യാവശ്യം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് വേവിച്ച് കിട്ടും. ഈ വേവിച്ച ഗ്രീൻ പീസ് നമ്മൾ അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അത് നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും നല്ല രീതിക്ക് നല്ല പരുവത്തിൽ വാടി വന്ന് അതിനകത്തിടണം. പിന്നെ അതിനകത്തേക്ക് സോയാബീൻ ഇടണം. അതുപോലെ തന്നെ പച്ചക്കറി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും പിന്നെ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ കറിവേപ്പില, ഈ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് എല്ലാം അതിനകത്ത് ഇടണം. പിന്നെ ഉപ്പിടണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് നല്ല രീതിക്ക് ഇട്ടാൽ മതിയാകും. അതും ഉപ്പിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഈ കാര്യങ്ങളൊക്കെയാണ്. മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇതൊക്കെ ഇടണം. ഇവിടെ ഗരം മസാല എന്നത് ഏറ്റവും അവസാനം ഇടുന്നത്. ഗരം മസാല ആദ്യമേ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതിന് ഗരം മസാലയുടെ ടേസ്റ്റും മണവും ഒക്കെ അത് ആവിയായിട്ട് മാറിയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഗരം മസാല ഏറ്റവും അവസാനം ഇടുന്നത്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അടുത്തതായിട്ടുള്ളത്. നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള നമ്മൾ ഒരു ഗ്യാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഇടുന്നു. പിന്നെ ജീരകശാല അരിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒരു നെയ്ച്ചോറിന് 1/2 കിലോ നെയ്ച്ചോറിന് ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്ച്ചോറ് ഇടാൻ വേണ്ടി പിന്നെ ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ്, ക്യാരറ്റ്, ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ നെയ്ച്ചോറ് ആയതിനു ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വെട്ടി നെയ്ച്ചോറായതിനു ശേഷം നമുക്കിതിനകത്ത് അതായത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള നന്നായിട്ട് വേവിച്ച് കരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും, അതുപോലെ തന്നെ
മുന്തിരിയും അണ്ടിയൊക്കെ ഇടാം. പിന്നെ ഇതിൻ്റെ മസാല കൂടി ഇട്ടതിന് ശേഷം ഞങ്ങൾ ദമ്മിടുന്നില്ല. ദമ്മിട്ടതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഒരു ബിരിയാണിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് നന്നായിട്ട് നല്ല രീതിക്ക് യോജിപ്പിച്ച് അതിൻ്റെ മസാല എല്ലാ ഭാഗത്തേക്കും എത്തുമ്പോഴാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ദമ്മിടാറില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിലെ ബിരിയാണിയൊക്കെ നിങ്ങൾ